ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന മാക്ബുക്ക് പ്രോ 2012 ഇയറിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാസ്വേഡ് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തു, ബട്ട് ആ പാസ്വേഡ് കറക്റ്റ് ആവുന്നില്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ പാസ്വേഡ് എററാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഹിൻ്റ് എന്താ ഉള്ളതെന്ന് വെച്ചപ്പോൾ 1 2 3 4 ദോഹ എന്ന് തന്നെ, പക്ഷെ 1 2 3 4 ദോഹ ഞാൻ കൊടുത്തു, ബട്ട് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റക്ഡാണ്, മൊത്തത്തിൽ സ്റ്റക്ഡാണ്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇനിയിപ്പോൾ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ മാക്ബുക്കിനെ ഫുള്ളി റീസ്റ്റാർട്ട് ആക്കണം. അതായത് ഫുള്ളി ഈ സോഫ്റ്റ്വെയറിന് തന്നെ മൊത്തത്തിൽ റീസ്റ്റാർട്ട് ആക്കുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തത്തിൽ ഈ OSനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, റീസ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ലൈറ്റ് ഓഫ് ആയി, എല്ലാം ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സഡനായിട്ട് നമ്മൾ ഓപ്ഷൻ കമാൻഡ് 6 പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. ഐ തിങ്ക് നമ്മൾ കുറച്ച് ലേറ്റായി തോന്നണം. ഇല്ല, കറക്റ്റാണ്. അപ്പം ഓപ്ഷൻ കമാൻഡ് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻ്റർനെറ്റ് റിക്കവറിയിലോട്ട് പോകും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാർട്ടിങ് ഇൻ്റർനെറ്റ് റിക്കവറിയിലോട്ട് പോകും. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുമെന്ന് വെച്ചാൽ വളരെ ഫ്യൂ മിനിറ്റ്സ് മാത്രം, 1-2 മിനിറ്റ്സ് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ആ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, ഓൺലൈനായിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ USB യൂസ് ചെയ്യണം. അത് USB ചെയ്തിട്ടുള്ള പരിപാടി അത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ബീഫർബ് എന്ന് പറയുന്നൊരു ഗസ്റ്റ് വൈഫൈ കണക്ഷൻ കൊടുത്തിട്ട് ഇൻ്റർനെറ്റ് റിക്കവറി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീസ്റ്റാർട്ടാക്കി ഓപ്ഷൻ കമാൻഡ് 6 പ്രസ് ചെയ്തു, വൈഫൈ കണക്റ്റഡ് ആക്കി, വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ബാക്കി ശേഷം ഒരു 11 സെക്കൻഡ്സിൻ്റെ ടൈം വന്നിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നെറ്റ്വർക്ക് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി 4 സെക്കൻഡ്സ് കൂടി നമുക്കുള്ളൂ. അപ്പോൾ ആ 4 സെക്കൻഡ്സും കൂടെ കഴിയുമ്പോഴത്തേക്ക് അതാവും. ആക്ച്വലി ഇത് സോഫ്റ്റ്വെയർ റിക്കവറി ചെയ്യുന്നതാണ് കേട്ടോ. സോ 1 സെക്കൻഡ് ആയിട്ടുണ്ട്, ഇപ്പം തന്നെ അത് കഴിയും ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ റിക്കവറി ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഏതാണ് ഈ സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള OS അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം നെറ്റിൽ നിന്ന് ടൈം എടുത്തിട്ടുള്ളത് ആവാനായിട്ട്. ഓക്കെ, അപ്പം അത് ലോഡ് ആവാനായിട്ട് വെച്ചേക്കാണ്. ഇനിയിപ്പോൾ സ്ക്രീൻ വരും, അതിലാണ് നമുക്ക് ബാക്കി പണിയെല്ലാം ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, സോ ആ ഒരു ലോഡിങ് സ്ക്രീന് ശേഷം ഇങ്ങനൊരു സ്ക്രീനിലായിരിക്കും വരിക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഡൗൺലോഡ് ആയിട്ടുള്ള OS എന്ന് പറയുന്നത് OS കാത്തലീനയാണ്. ആക്ച്വലി ഇതിൽ പറ്റുന്ന, അതായത് ഈ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് OS എന്ന് പറയുന്നത് കാത്തലീനയാണ്. സോ കാത്തലീന ഇവിടെ ഡൗൺലോഡായിട്ട് ഉണ്ട്. അതായത് ഇൻസ്റ്റാളേഷൻ ഫയൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് യൂട്ടിലിറ്റിയിൽ പോവാം. നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെയൊക്കെ എല്ലാ പരിപാടിയും മാക്OSൽ ചെയ്യുന്നതും ഇറേസ് ചെയ്യുന്നത്, പാർട്ടീഷൻ ചെയ്യുന്നത്, എവറിത്തിങ് എല്ലാം ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് പരമായിട്ടുള്ള, സ്റ്റോറേജ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെക്കിങ്, എറേസിങ് എല്ലാ പരിപാടിയും ചെയ്യുന്നത് ഡിസ്ക് യൂട്ടിലിറ്റിയാണ്. സോ ഡിസ്ക് യൂട്ടിലിറ്റി നമ്മൾ സെലക്ട് ആക്കുക, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. ഒന്ന് അലയ്ക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റേർണലായിട്ട് കാണിക്കുന്നുണ്ട്, അതായത് ഇതിൻ്റെ അകത്തുള്ള ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ, ഇത് 250 GB ഹാർഡ് ഡിസ്ക്കാണ്, SSD ആണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെതാണ് എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ബാക്കിയെല്ലാം പാർട്ടീഷൻ മാത്രമാണ്. സോ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ആക്കുകയാണ്. സോ നമ്മളെല്ലാം ക്ലിയർ ആക്കുകയാണ്. ഓക്കെ, ഡൺ കൊടുത്തിന്. സോ നൗ നമ്മുടെ 238 GB ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ വാട്ട് നെക്സ്റ്റ് ഈസ്, നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഇതിൻ്റെ പേരൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ ഒന്ന് കൊടുത്തു, ആഡ് കൊടുത്തു. ഓക്കെ, സോ ആപ്പിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക,
ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം, സീനില്ല. സോ നമ്മൾ ആപ്പിൾ ഫുള്ളി ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ചെക്ക് ചെയ്യാണ്. ഹാർഡ് ഡിസ്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് ഫസ്റ്റ് എയ്ഡ് ചെക്ക് ചെയ്ത് കൊടുത്തു. അപ്പം സംഭവം ഓക്കെയാണ്, ഹാർഡ് ഡിസ്ക് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യില്ല. നമ്മൾ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് OS ഏതിലാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട അത് ഫുള്ളി ക്ലിയർ ആക്കി നമ്മളൊരു പേരും കൊടുത്ത് വെച്ചു. ഓക്കെ, ക്ലോസ് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, റീഇൻസ്റ്റാൾ macOS എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ആക്കുക. ദെൻ പ്രസ് കണ്ടിന്യൂ. ഓക്കെ, സോ കാത്തലീന ഡൗൺലോഡായി. അപ്പോൾ കാത്തലീന ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫോർമാറ്റിലോട്ട് പോയിക്കാണ്. സോ കണ്ടിന്യൂ എടുക്കുക. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടായോ? സോ ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ ഐ തിങ്ക് നെറ്റ് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, സോ കണ്ടിന്യൂ എടുത്തു. സോ കണ്ടിന്യൂ. ജസ്റ്റ് ഈ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങളിലും നമ്മൾ അക്സെപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒന്ന് അലക്കായിരിക്കാം, അക്സെപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം നെറ്റ് ഇപ്പോൾ കണക്റ്റ് ആയിട്ടേ ഉള്ളൂ, അതിപ്പോൾ വരും, ഓപ്ഷൻസ് വരും, നമ്മളത് കൊടുത്ത് ഫോളോ അപ്പ് ആക്കുക. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ macOS ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് ചോദിക്കുന്നത്, നമ്മൾ എഗ്രി കൊടുത്തു. ഇതാ ഇവിടെ എഗ്രി കൊടുത്തു. ഇത് നമ്മൾ നേരത്തെ ക്ലിയർ ആക്കി വെച്ച സ്റ്റോറേജ്, അതായത് ഇതിലെ SSD, അത് നമ്മൾ സെലക്ട് ആക്കി കൊടുക്കുക. ഏതിലേക്കാണ് നമ്മൾ OS ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് നമ്മൾ സെലക്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഹാർഡ് ഡിസ്ക് സെലക്ട് ആക്കി ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, 23 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. സോ അത്രയും ടൈം നമുക്ക് വെയിറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഈ ഇൻസ്റ്റാൾഡ് ആയതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യാം, ഫുള്ളി ഫയൽസും കാര്യങ്ങളൊക്കെ മെർജ്ഡ് ചെയ്ത് ഫുള്ളി ലോഡഡ് ആയിട്ട് ഇനിയൊരു സ്ക്രീൻ വരും. ഒന്നും കൂടെ ഒരു റണ്ണിങ് ഉണ്ടാവും. അതിന് ശേഷമായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാത്തലീനയുടെ ഫുൾ സ്ക്രീന് ഇതിൽ എൻ്റർ ആവുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൊണ്ടൊന്ന് വെയിറ്റ് ആക്കാം. ഒരു 3 മിനിറ്റ്സ് കൂടി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. ഇത് നെറ്റിൻ്റെത് മാത്രം ഒന്നും പറയാൻ പറ്റില്ല. സിസ്റ്റം നോർമലായിട്ട് പെൻഡ്രൈവ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ ടൈം എടുക്കാറുണ്ട്. സോ അതുകൊണ്ട് ആദ്യത്തെ ആ ഒരു ഡൗൺലോഡിങ് ഇൻസ്റ്റാളേഷൻ ടൈമുകൾ മാത്രം കുറച്ച് നെറ്റ് പരമായിട്ട് ബന്ധമുള്ളൂ. ബാക്കി എല്ലാ ടൈമും സിസ്റ്റം പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം എടുക്കാറുണ്ട്. ഓക്കെ, so here there is a message less than a minute remaining. അപ്പോൾ ദാ ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ macOS ഇവിടെ പുതിയ OS ഇവിടെ റീസ്റ്റാർട്ട് ആവുക. ഓക്കെ, നിർത്ത മോനെ പാട്ട്. ഇത് ഇടാനും പറ്റില്ല, വേറെ എന്തെങ്കിലും ഇടും. അത് തന്നെ കിട്ടും. ചിലപ്പോൾ നമുക്ക് ഇത് കിട്ടൂല, കോപ്പിറൈറ്റ് കിട്ടിയാലോ. അതാണ് ഓൾഡ് സിസ്റ്റം അല്ലേ, അതിൻ്റെ ഒരു സ്പീഡ് കുറവുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോൾ 17 ആയാലും 20 ആയാലും ഏതിലാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു മോഡൽ ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ എൻ്റെ സോഴ്സായിട്ട് എനിക്കിത് മാത്രമേ കിട്ടിയുള്ളൂ. ഓക്കെ, ഈവൻ ഇനിയിപ്പോൾ എൻ്റെ ലേറ്റസ്റ്റിലുള്ള മാക്ക് വരുന്നുള്ള ടൈമിൽ അതിലും കൂടെ ഒരു വീഡിയോ എന്തായാലും ചെയ്ത് കാണിക്കാം. അതിൽ USB ചെയ്ത് കാണിക്കാം. ഓക്കെ, ഓൺലൈനിൽ ഇത് തന്നെയാണ് എല്ലാത്തിനും ചെയ്യുന്നത്, കോമൺ ആണ്. മറ്റേതിൽ ഞാനിനിപ്പോൾ USB യൂസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതപ്പോൾ ലോഡാവുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കളറിൽ മൗസ് വരുന്നത്, ഫങ്ഷൻ ലോഡാവുന്ന സമയത്ത്. സോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെൽക്കം സ്ക്രീൻ എത്തിയിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ UAE-ലുള്ളപ്പോൾ നമ്മൾ UAE കൊടുക്കുകയാണ്. ഓക്കെ, കമോൺ UAE യെസ്, ഇതാ UAE കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുത്തു. നമ്മൾ ഗസ്റ്റ് കണക്റ്റാക്കി കണ്ടിന്യൂ കൊടുത്തു. അങ്ങനെ റണ്ണിങ്ങിലോട്ട് പോവാണ്. നെക്സ്റ്റ്
ഈ 2012 എല്ലാ ഇയേഴ്സിനും അതിൻ്റേത് റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിൻ്റെ തന്നെ സപ്പോർട്ടിങ് വെബ്സൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമുക്കിവിടെ ഒരു ഒന്നും ട്രാൻസ്ഫർ ചെയ്യാനില്ല. നമ്മൾ ആപ്പിൾ ഐ ഡിക്ക് പിന്നെ കൊടുക്കുന്നില്ല. അപ്പോൾ സെറ്റപ്പ് ലെറ്റർ കൊടുത്തു, സ്കിപ്പ് കൊടുത്തു, ദെൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുന്നു, നമ്മൾ എഗ്രി കൊടുത്തു, ആക്സെപ്റ്റഡ്, വി എഗ്രീഡ്. ദെൻ ഇവിടെ നമ്മൾ പുതിയൊരു നെയിം കൊടുക്കുകയാണ്. ആപ്പിളിൽ നിന്ന് കൊടുത്തു, ആൻഡ് അക്കൗണ്ട് നെയിം ആപ്പിൾ കൊടുത്തു, പാസ്വേഡ് സെറ്റ് ആക്കണം. 1 2 3 4 5 കൊടുത്തു. ഞാൻ വെരിഫൈ 1 2 3 4 5 വെരിഫൈ കൊടുത്തു. ഹിൻ്റായിട്ട് ഞാൻ 1 2 3 4 കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ കണ്ടിന്യൂ. ആൻഡ് ഓക്കെ കണ്ടിന്യൂ. ഇതൊന്നും ഞാൻ ഷെയർ ഒന്നും ചെയ്യുന്നില്ല. സോ ഐ കണ്ടിന്യൂഡ്. ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, സിരി കണ്ടിന്യൂ. നോട്ട് നൗ. ഞാനിപ്പോൾ അത് അതിൻ്റെ റെക്കോർഡിങ്സ് ഒന്നും കൊടുത്ത് സേവ് ആക്കാൻ നിൽക്കുന്നില്ല. സോ നോട്ട് നൗ കൊടുത്ത് ഞാൻ കണ്ടിന്യൂ കൊടുത്തു. ദെൻ ഐ സെറ്റ് ഓട്ടോ. അതാകുമ്പോൾ മോർണിംഗിൽ വൈറ്റും നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഡാർക്കിലും വരും. സോ അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ അപ്പോൾ നമ്മുടെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ സെറ്റിംഗ് അപ്പ് യുവർ മാക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. യെസ്, നമ്മുടെ കാത്തലീന ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ബാറ്ററി ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സോഴ്സ് ഊരിയാണ്. മാഗ്നറ്റാ കണ്ടോ. ഓക്കെ, ഞാൻ വേറെ സംഭവം കാണിച്ചിട്ട് ബാറ്ററിയുടെ പെർസെൻറ്റേജ് അറിയാനായിട്ട് എന്ത് ചെയ്യുക, ബാറ്ററി ഓക്കെ ആണോ, അതായത് പെർഫെക്റ്റ് ആണോ അല്ലേന്ന് അറിയാനായിട്ട് അതിന് ബാറ്ററി ഓപ്ഷൻ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റും. കണ്ടോ, കണ്ടീഷൻ നോർമലാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. നമ്മൾ ലേറ്റർ കൊടുത്തിട്ടുണ്ട്, മീ ലേറ്റർ കമോൺ ഇയർ. ഓക്കെ, ദെൻ ഞാനിവിടെ ആപ്പിൾ സെലക്റ്റഡ് ആക്കി. അബൌട്ട് ദിസ് മാക്, ഈ മാക്കിൻ്റെ ഇത് നോക്കുകയാണ്. ഇത് 13 ഇഞ്ച് മിഡാണ്. 2012 മിഡിലൊക്കെ കാത്തലീനയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റുന്ന OS. പിന്നെ അതിൽ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് മാത്രമാണ്. ഓക്കെ, പിന്നെ ഇതിലുള്ളത് i5 ആണ്, 2.5 ക്ലോക്ക് സ്പീഡൊക്കെ ഉള്ളത്. പിന്നെ HD ഗ്രാഫിക്സ് 4000 ഇതൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് ഒന്നുകൊണ്ട് പറയേണ്ടത്. അതായത് നമുക്ക് മാക്ക് എടുത്ത് കഴിഞ്ഞാൽ മാക്കിൻ്റെ A to Z നമുക്ക് അറിയാനായിട്ടാണ് സിസ്റ്റം റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് സിസ്റ്റം റിപ്പോർട്ട്, അതായത് ഇപ്പം ബാറ്ററിയും ഇതിൻ്റെ തന്നെ ബാറ്ററി ഇപ്പം നമുക്ക് അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററി എത്ര സൈക്കിൾ കൗണ്ട് എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുക്കുക, അബൌട്ട് ദിസ് മാക്ക് എടുത്തിട്ട് സിസ്റ്റം റിപ്പോർട്ട് കൊടുക്കുക. ഇതിലിതാ A to Z ആപ്പിൾ ഇതിൽ കൊടുത്തിട്ടുള്ള A to Z കമ്പോണൻസിൻ്റെ വരെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഏതൊക്കെയാണ് ക്യാമറ തന്നെ, ഏതിൻ്റെ മൊഡ്യൂളാണ്, ഏതാണ് യൂസ് ചെയ്തേക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ പവറിൻ്റെ കേസ്, പവർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടും. എന്താ സൈക്കിൾ കൗണ്ട് എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്, നോർമലാണ് കാണിക്കുന്ന കണ്ടീഷൻ ബാറ്ററിയുടെ. ഓക്കെ, പിന്നെ 300 to 1000 ഒക്കെയാണ് നോർമൽ എന്ന് പറയുന്നത്, അതായത് പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരുവിധം. ഇത് നോർമലാണ്. ഓക്കെ, അതേപോലെ തന്നെ A to Z എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ സിസ്റ്റം റിപ്പോർട്ടിനകത്ത് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് മാക് OS ഇപ്പോൾ പാസ്വേഡ് അറിയില്ല അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടിയില്ല, നമുക്ക് ഇതിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡേറ്റാസ് ഒന്നും എൻ്റെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഡേറ്റാസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ പാർട്ടീഷൻ പോലെ അത് സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. അത് വേറൊരു കാര്യം, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ അതൊന്നും ഇല്ലാണ്ട് പ്യൂർലി എങ്ങനെ ഒരു റീസ്റ്റോർ ചെയ്യാം ഇൻ്റർനെറ്റ് വഴി, അത് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്.